വിഴിഞ്ഞം തുറമുഖം ഏഷ്യയുടെ ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. 2030ഓടെ വിഴിഞ്ഞം, കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങളോട് മത്സരിക്കാനുള്ള ശേഷി കൈവരിക്കുമെന്നാണ് വിലയിരുത്തൽ. വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ നിർവഹിച്ചു. തീരത്തെത്തിയ സാൻ ഫെർണാണ്ടോ കപ്പലിനും ക്യാപ്റ്റനും സ്വീകരണമുണ്ടായി. ഔദ്യോഗിക ചടങ്ങിന് ശേഷം ബാക്കി കണ്ടെയ്നറുകൾ ഇറക്കി സാൻ ഫെർണാണ്ടോ വൈകിട്ടോടെ വിഴിഞ്ഞം തീരം വിടും. 5552 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. PPP മാതൃകയിലാണ് പണി പൂർത്തിയാക്കിയത്. ഇത് പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള രാജ്യത്തെ ആദ്യ തുറമുഖമാണ്. അദാനി ഗ്രൂപ്പ് 10,000 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ തുറമുഖ വികസനത്തിന് വേണ്ടി മാത്രം ചിലവാക്കുക. ഒരേ സമയം 2 കപ്പലുകൾക്ക് അടുക്കാനുള്ള 800 മീറ്റർ ബർത്താണ് നിലവിൽ ഇവിടെയുള്ളത്. 5 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണിത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ കോൺഗ്രസിൽ എതിർപ്പുണ്ടായിരുന്നു. മുൻ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലിനും ചടങ്ങിലേക്ക് ക്ഷണമില്ല. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെങ്കിലും UDF ചടങ്ങ് ബഹിഷ്കരിക്കില്ല. പദ്ധതി ഉമ്മൻചാണ്ടിക്ക് സമർപ്പിച്ചുകൊണ്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തും. എന്നാൽ പുനരധിവാസ പാക്കേജ് ഇടതു സർക്കാർ നടപ്പിലാക്കിയില്ലെന്ന് ആരോപിച്ച് സ്ഥലം MP ശശി തരൂർ ചടങ്ങിൽ പങ്കെടുക്കില്ല. ഔദ്യോഗിക ക്ഷണമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലത്തീൻ അതിരൂപത പ്രതിനിധികളും ചടങ്ങിലേക്ക് എത്തില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതിപക്ഷത്തെ അവഗണിച്ചെന്ന ആരോപണം കടുപ്പിക്കുന്നതിനൊപ്പം പദ്ധതി UDFന്റെ കുഞ്ഞാണെന്നും പറഞ്ഞു വെക്കുന്നു UDF നേതാക്കൾ. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് പദ്ധതി തീരമണഞ്ഞതെന്ന് VD സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് തുറമുഖത്തിന് നൽകണമെന്ന് K സുധാകരനും ആവശ്യപ്പെട്ടു. പദ്ധതി പൂർത്തിയായതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവെന്ന് രമേശ് ചെന്നിത്തല അവകാശപ്പെട്ടു. പദ്ധതിയുടെ പിതൃത്വത്തെ പറ്റി ചൊല്ലി തർക്കിക്കാം, പക്ഷേ മാതൃത്വം ഉമ്മൻചാണ്ടി സർക്കാരിനെന്ന് മുൻ മന്ത്രി K ബാബു പ്രതികരിച്ചു. ഓവൻ ഹീറ്റ് ആവുന്നില്ല, മിക്സിയിലാണെങ്കിൽ അരയൊന്നുമില്ല, വെള്ളം ചൂടാക്കാനാണെങ്കിൽ കെറ്റിലും വർക്കാവുന്നില്ല. ഇത്തരം പരാതികൾ ഇനി പറയേണ്ടി വരില്ല. ആംപികോ ഉണ്ടല്ലോ. നിങ്ങളുടെ കിച്ചൺ ഇലക്ട്രോണിക്സ് ആക്സസറീസ് ഏതുമാവട്ടെ, വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ കുറഞ്ഞ ചിലവിൽ റിപ്പയർ ആൻഡ് സർവീസ് നടത്തി സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തിച്ചു തരുന്നു. ഇനി ഒട്ടും വൈകണ്ട, ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ.